السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ ഉസ്താദ് അവറുകൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാർ, വിശുദ്ധ റമളാനിലെ പ്രത്യേക നിസ്കാരമായ സ്വലാത്തു തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണങ്ങളെക്കുറിച്ച് അടുത്തിടെ ചില കക്ഷികൾ അഭിപ്രായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ സമൂഹത്തിനിടയിൽ പറഞ്ഞു പരത്തിയിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട മതഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും 1000 വർഷത്തിന് മുമ്പ് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുമൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാനും ചില ഗ്രന്ഥങ്ങളും വരികളും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാലിക്കി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അൽ അല്ലാമ അബുൽ വലീദ് മുഹമ്മദ് ബിൻ റുഷ്ദ് അൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു 850 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ലോകപ്രശസ്ത ഗ്രന്ഥമായ ബിദായത്തുൽ മുജ്തഹിദ് വ നിഹായത്തുൽ മുഖ്തസിദ് എന്ന ഈ ഗ്രന്ഥം, എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഈ വിഷയത്തിൽ പറഞ്ഞ അവരെടുത്ത നിലപാട് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ റുഷ്ദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വഖ്തലഫു ഫിൽ മുഖ്താരി മിൻ അദദി റക്അഅത്തി അല്ലതി യഖൂമു ബിഹാ അന്നാസു ഫീ റമളാൻ. പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ജനങ്ങൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ റുഷ്ദുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്: ഫഖ്താറ മാലികുൻ ഫീ അഹദി ഖൗലൈഹി വ അബൂ ഹനീഫത വശാഫിഈ വ അഹ്മദ് വ ദാവൂദ് അൽ ഖിയാമ ബി 20 റക്അതൻ സിവൽ വിത്രി. പരിശുദ്ധമായ റമളാനിൽ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം 20 റക്അത്ത് നമസ്കാരമാണ്. വിത്ർ ഒഴിച്ച് ബാക്കി 20 റക്അത്ത് നമസ്കാരമാണ് എന്ന് പ്രബലപ്പെടുത്തി പറഞ്ഞ പണ്ഡിതന്മാർ ആരൊക്കെയാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ വലീദ് മുഹമ്മദ് ബിൻ റുഷ്ദുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ മുജ്തഹിദ് എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 306-ാം പേജിൽ മഹാനവർകൾ വിശദീകരിക്കുകയാണ്. ഒന്ന്, മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ആരാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു? 1262 വർഷം മുമ്പ് ജീവിച്ച മഹാപണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമാണ് സയ്യിദുന ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് ആരാണ്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങള്? 1291 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ ലോക പ്രശസ്തരായ പണ്ഡിതനാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു.
മൂന്നാമത്തേത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു 1237 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ. അതുപോലെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 1200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ വലിയ പണ്ഡിതൻ. ഇങ്ങനെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ 1200 അതിലേറെയും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അതുപോലെ ബഹുമാനപ്പെട്ട ദാവൂദുൽ ലാഹിരി എന്ന് പറയുന്ന മുജ്തഹിദായ ആ പണ്ഡിതനുമാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധമായ റമളാനിലെ തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. 20 റക്അത്ത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. നേരത്തെ അതിവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ 2 അഭിപ്രായത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം എന്നത്. മറ്റൊരു അഭിപ്രായം 36 റക്അത്തും 3 റക്അത്ത് വിത്റും കൂടി 39 റക്അത്ത് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അവിടെയും തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ബാക്കിയുള്ള 16 റക്അത്ത് മദീന നിവാസികളായ ആളുകൾ, മക്കക്കാര് 4 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നതിന് ശേഷം തവാഫ് ചെയ്യുന്നതിന് പകരമായി മദീന നിവാസികളായ ആളുകൾ നിസ്കരിക്കുന്ന കേവല സുന്നത്ത് നിസ്കാരമാണ്, മുത്ലഖായ സുന്നത്ത് നിസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നേരത്തെ ഇവിടെ വിഷയാവതരണങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ഗ്രന്ഥമായ കിതാബുൽ ഉമ്മ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നത് നോക്കൂ. അതുപോലെ തന്നെ ഇമാം ശാഫിഈ തങ്ങളുടെ പ്രഗൽഭ ശിഷ്യനായ ഇമാം അബൂ ഇബ്രാഹിം അൽ മുസനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖ്തസറുൽ മുസനിയിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന വാചകം, വഅഹബ്ബു ഇലയ്യ 20, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തറാവീഹിന്റെ റക്അത്ത് 20 എന്നതാ. കാരണം ലിഅന്നഹു റുവിയ അൻ ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. വകദാലിക യഖൂമൂന ബിമക്കത വയൂതിറൂന ബിസലാസ്, മക്കയിലെ ജനങ്ങൾ നിസ്കരിച്ചിരുന്നത് 20 റക്അത്ത് തറാവീഹാണ്. അതിനുശേഷം 3 റക്അത്ത് വിത്റാണ്. ഇത് പറയുന്നത് ആരാണ്? 1237 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇത് ഉദ്ധരിക്കുന്നത് അവിടുത്തെ കിതാബുൽ ഉമ്മിലാണ്. അതുപോലെ അവിടുത്തെ പ്രഗൽഭ ശിഷ്യനായ 1177 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായ ഇബ്രാഹിമുൽ മുസനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദിൽ നിന്ന് മുഖ്തസറുൽ മുസനിയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു 963 വർഷം മുമ്പ് ജീവിച്ചു വഫാത്തായ മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ആ ഇമാമുൽ ഹറമൈനിയുടെ ലോക പ്രശസ്ത ഗ്രന്ഥമാണ് നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തിൽ മദ്ഹബ് എന്ന എന്റെ കൈവശമുള്ള ഈ വിശുദ്ധമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി തങ്ങള് ശാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കണ്ടോ നിങ്ങൾ? സുമ്മ ദക്കറ ശാഫിഈ അന്ന അഹ്ലൽ മദീനത്തി യഖൂമൂന ബി39 റക്അ, മദീന നിവാസികളായ ആളുകൾ 39 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അതിൽ 20 റക്അത്ത് തറാവീഹ്, 16 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കാരം, അങ്ങനെ 36 റക്അത്തും 3 റക്അത്ത് വിത്റും അടക്കം 39 റക്അത്ത് അവർ നിസ്കരിക്കാറുണ്ട്. എന്നാൽ ഇമാമുൽ ഹറമൈനി തങ്ങൾ ഇതിനെ പരിചയപ്പെടുത്തുന്നു, വഅസ്ലു ഹാദിഹി സ്വലാത്തി 20 റക്അ, ഈ നിസ്കാരത്തിന്റെ അടിസ്ഥാനം തറാവീഹ് 20 റക്അത്താണ് എന്നത് തന്നെയാണ്.
പറയുകയാണ് വസബബു സിയാദത്തിഹി, ഇങ്ങനെ 20-നേക്കാൾ കൂടുതൽ 36ഉം 39ഉം ഒക്കെ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്താനുള്ള കാരണം അന്ന അഹ്ല മക്കത യഖൂമൂന ബൈന കുല്ലി തർവീഹത്തൈനി ഇലൽ ബൈതി ഫയതൂഫൂന 7 അശ്വാതിൻ വയുസല്ലൂന റക്അതൈനി ലിത്തവാഫ്. മക്കയിലെ ജനങ്ങൾ 4 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധമായ കഅബയെ പോയി അവർ തവാഫ് ചെയ്യും. പിന്നീട് വന്ന് വീണ്ടും 4 റക്അത്ത് നിസ്കരിക്കും. വീണ്ടും അവർ കഅബയെ തവാഫ് ചെയ്യും. ഇതാണ് മക്കയിലെ ജനങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ ഫസാദ അഹ്ലു ഹറമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സ്വലാത്തിഹിം ഫീ മുഖാബലത്തി മാ യഅതി ബിഹി അഹ്ലു മക്കത മിനൽ അസ്വാത്തി ഫീ ഖിലാലി തറാവീഹ്. മക്കയിലെ നിവാസികൾക്ക് അവിടെ പരിശുദ്ധമായ കഅബാലയം ഉണ്ടെങ്കിൽ മദീനയിലെ ജനങ്ങൾക്ക് തവാഫ് ചെയ്യാൻ കഅബയില്ല. 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവര് വീണ്ടും ഒരു 4 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയാണ്. അങ്ങനെയാണ് 36ഉം തറാവീഹ് വിത്ർ നിസ്കാരം 3 39 രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തുൽ മദ്ഹബ് എന്ന ഈ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇനി നോക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ മുഴുവൻ പണ്ഡിതന്മാരും ഈ വിഷയത്തിലെടുത്ത നിലപാട് പരിശുദ്ധമായ റമദാനിൽ ലോകവിശ്വാസികൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരത്തിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ 20 റക്അത്ത് തന്നെയാണ് എന്ന് അവര് തീർച്ചപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖു ശാഫിഈ അബൂ ഇസ്ഹാഖ് അശ്ശിറാസി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അവിടുത്തെ കിതാബുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു ഫസ്ലുൻ വമിനസ് സുനനിർ റാത്തിബ, അതേ റാത്തിബായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് ഖിയാമു റമളാൻ, റമളാനിലെ പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം. വഹുവ 20 റക്അ, അത് 20 റക്അത്ത് നമസ്കാരമാണ്. ബിഅശ്രി തസ്ലീമാത്തിൻ, 10 സലാം വീട്ടിക്കൊണ്ട് 20 റക്അത്ത് നമസ്കരിക്കുന്നതാണ് തറാവീഹ് നമസ്കാരമെന്ന് ഈ പറഞ്ഞതാരാണെന്നറിയോ? ലോക പ്രശസ്ത പണ്ഡിതനായ ശൈഖു ശാഫിഈ എന്ന ഖ്യാതി നേടിയ അബൂ ഇസ്ഹാഖ് അശ്ശിറാസി റളിയല്ലാഹു അൻഹു 965 വർഷം മുമ്പ് ജീവിച്ചു വഫാത്തായ മഹാപണ്ഡിതൻ അവിടുത്തെ കിതാബുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്. 999 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതൻ അബുൽ ഹസനിൽ മാവറദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഫൈദാ തഖററ ഹാദാ വസബത, തറാവീഹിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇതെല്ലാം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഫല്ലദീ അഖ്താറു 20 റക്അ, ഞാൻ പ്രബലപ്പെടുത്തുന്ന അഭിപ്രായം 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം എന്നതാണ്. ഖംസു തർവീഹാത്തിൻ കുല്ലു തർവീഹത്തിൻ ശഫ്ആൻ കുല്ലു ശഫ്ഇൻ റക്അതാനി ബിസലാ, 5 തർവീഹുകളോട് കൂടി 4 റക്അത്തുകൾ നിസ്കരിക്കുമ്പോൾ ഒരു തർവീഹ്, അങ്ങനെ 5 തർവീഹുകളോട് കൂടെ 20 റക്അത്ത് നമസ്കാരമാണ് പരിശുദ്ധമായ തറാവീഹ് നമസ്കാരമെന്ന് ബഹുമാനപ്പെട്ട ഇമാം മാവറദി തങ്ങള്. എന്നിട്ട് മഹാനവർകൾ അതിന് തെളിവുദ്ധരിക്കുന്നത് ലഅന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ജമഅന്നാസ് അലാ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെ നേതൃത്വത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. ഫകാന യുസല്ലി ബിഹിം 20 റക്അ, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ ഇമാമായി നിന്ന് സ്വഹാബത്ത് നിസ്കരിച്ച 20 റക്അത്ത് നമസ്കാരമാണ്. ആ നമസ്കാരത്തെ കുറിച്ച് ജറാബിഹിൽ അമലു വഅലൈഹിൻ നാസു ബിമക്ക, 20 റക്അത്ത് നമസ്കാരമാണ് മക്കയിലെ ജനങ്ങൾ നിസ്കരിച്ചിരുന്നത്, സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നത്, ലോകത്തെ ജനങ്ങൾ മുഴുവനും അമൽ ചെയ്തിട്ടുള്ളത് 20 റക്അത്ത് നമസ്കാരമാണ്. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹു സുൽത്താനുൽ ഉലമാ എന്ന സ്ഥാനപ്പേര് കിട്ടിയ വലിയ മഹാപണ്ഡിതനാണ്. 781 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു
ജീവിച്ചു വഫാത്തായ മഹാപണ്ഡിതൻ അവിടുത്തെ കിതാബുൽ ഗായ ഫി ഇഖ്തിസാരി നിഹായ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവരെ പറയുന്നു വസലാത്തു തറാവീഹ് 20 റക്അ. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. സഹോദരങ്ങളെ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഈ വിഷയ സംബന്ധമായി വായിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അല്ലാമ അബൂബക്കർ മുഹമ്മദ് ഷാസി റളിയല്ലാഹു അൻഹു 934 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ മഹാപണ്ഡിതൻ അവിടുത്തെ ഹില്യത്തുൽ ഉലമാ ഫീ മഅരിഫത്തി മദാഹിബിൽ ഫുഖഹാ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 201-ാം പേജിൽ മഹാനവർകൾ ഉദ്ധരിക്കുകയാണ് വമിന സുനനി റാത്തിബത്തി സ്വലാത്തു തറാവീഹ്. റാത്തിബായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് തറാവീഹ് നമസ്കാരം എന്നത്. വഹിയ 20 റക്അത്തൻ ബിഅശ്രി തസ്ലീമാത്ത്. ആ തറാവീഹ് നമസ്കാരം 10 സലാം വീട്ടിക്കൊണ്ട് 20 റക്അത്ത് നമസ്കാരമാണ്. ഈ അഭിപ്രായം വബിഹി ഖാല അബൂ ഹനീഫത വഅഹ്മദ്. ഈ അഭിപ്രായം തന്നെയാണ് അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ അബുൽ ഹുസൈൻ യഹ്യൽ ഇംറാനി തങ്ങൾ 883 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ആ മഹാപണ്ഡിതൻ അവിടുത്തെ അൽ ബയാൻ ഫീ മദ്ഹബിൽ ഇമാം ശാഫിഈ എന്ന ഗ്രന്ഥത്തിന്റെ 278-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവരെ പറയുന്നു വജുംലതു ദാലിക അന്ന തറാവീഹ് ഇൻദനാ 20 റക്അത്തൻ ബിഅശ്രി തസ്ലീമാത്ത്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ആ അഭിപ്രായം പറഞ്ഞിട്ട് വബിഹി ഖാല അബൂ ഹനീഫത വഅഹ്മദ്. ഇതേ അഭിപ്രായം തന്നെയാണ് അബൂ ഹനീഫ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നാം എടുത്തു പരതിയാൽ ഹനഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അൽ അല്ലാമ അബൂബക്കർ മുഹമ്മദ് അസ്സർഖസി റളിയല്ലാഹു അൻഹു 959 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായ മഹാപണ്ഡിതൻ അവിടുത്തെ കിതാബുൽ മബ്സൂത്തിന്റെ 1-ാം വാള്യം 196-ാം പേജിൽ മഹാനവർകൾ രേഖപ്പെടുത്തുകയാണ് അൽ ഫസ്ലുൽ അവ്വലു ഫീ അദദി റക്അാതി ഫഇന്നഹാ 20 റക്അത്തൻ സിവൽ വിത്രി ഇൻദനാ. ഹനഫി മദ്ഹബ് അനുസരിച്ച് ബഹുമാനപ്പെട്ട ഹനഫി പണ്ഡിതനായ മുഹമ്മദ് സർഖസി എന്നവർ പറയുകയാണ് ഈ മദ്ഹബ് അനുസരിച്ച് വിത്ർ നമസ്കാരം കഴിഞ്ഞ് വിത്ർ നമസ്കാരം ഒഴിച്ച് തറാവീഹ് നമസ്കാരം 20 റക്അത്ത് തന്നെയാണ്. ശാഫിഈ മദ്ഹബിലെ മുഹർരിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമാണ് കിതാബുൽ അസീസ് ശറഹുൽ വജീസ് അശ്ശറഹുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ ഗ്രന്ഥം. അതിൽ മഹാനവർകൾ പറയുന്നു സ്വലാത്തു തറാവീഹ് 20 റക്അത്തൻ ബിഅശ്രി തസ്ലീമാത്ത്. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്, 10 സലാം വീട്ടിക്കൊണ്ട്. വബിഹി ഖാല അബൂ ഹനീഫത വഅഹ്മദ്. ഇതേ അഭിപ്രായം തന്നെയാണ് അബൂ ഹനീഫ തങ്ങൾക്കും അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കുമുള്ളത്. ഇമാം നവവി തങ്ങൾ അവിടുത്തെ അൽ മജ്മൂ' എന്ന ഗ്രന്ഥത്തിൽ ശറഹുൽ മുഹദ്ദബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ മഹാനവർകൾ പറയുന്നു ഫസ്വലാത്തു തറാവീഹ് സുന്നത്തുൻ ബിഇജ്മാഇൽ ഉലമാ. പണ്ഡിത ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ്, ഐക്യകണ്ഠമായ അഭിപ്രായമാണ്. സ്വലാത്തു തറാവീഹ് എന്ന റമളാനിലെ പ്രത്യേക നിസ്കാരം അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. വമദ്ഹബുനാ അന്നഹാ 20 റക്അത്തൻ ബിഅശ്രി തസ്ലീമാ. ആ തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ബഹുമാനപ്പെട്ട ഹംബലി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ശംസുദ്ദീൻ അബുൽ ഫർജ് ബിൻ ഖുദാമത്തുൽ ഹംബലി റളിയല്ലാഹു അൻഹു 759 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ മഹാപണ്ഡിതൻ അവിടുത്തെ അശ്ശറഹുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്നു സുമ്മത്ത് തറാവീഹ് വഹിയ 20 റക്അത്തൻ യഖൂമു ബിഹാ ഫീ റമളാന ഫീ ജമാഅത്തിൻ. പരിശുദ്ധമായ റമളാനിൽ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ജമാഅത്തായാണ്
നിസ്കാരം നിർവഹിക്കേണ്ടത്. വയൂത്തിറു ബഅദഹാ ഫിൽ ജമാഅ, അതിനുശേഷം ജമാഅത്തായി വിത്റും നമസ്കരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമത്തുൽ ഹംബലി റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട മുവഫഖുദ്ദീൻ അബൂ മുഹമ്മദ് ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ ഹംബലി മദ്ഹബുകാരനായ പണ്ഡിതനാണ്. അവിടുത്തെ കിതാബുൽ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നു, വൽ മുഖ്താറു ഇൻദ അബി അബ്ദുല്ലാ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അടുക്കൽ പ്രബലമായ അഭിപ്രായം 20 റക്അത്ത് തറാവീഹാണ് എന്നാണ്. വബിഹി ഖാല സൗരി വ അബൂ ഹനീഫ വ ശാഫിഈ, ഇതേ അഭിപ്രായമാണ് ഇമാം സൗരി തങ്ങള്, അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങള്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ തങ്ങള് എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഹാദാ കൽ ഇജ്മാഉ, ലോക പ്രശസ്തരായ പണ്ഡിതന്മാര് മുഴുവനും ഈ വിഷയത്തിൽ 20 റക്അത്താണെന്ന് രേഖപ്പെടുത്തിയപ്പോ ഇത് ഇജ്മാഅ് പോലെയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹംബലി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ അബൂ മുഹമ്മദ് ബിൻ ഖുദാമത്തുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനിയും ധാരാളം ഇമാമിയങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാനുണ്ട്. എന്നാൽ ബിദ്അകൾ തന്നെ അവരുടെ വലിയ പണ്ഡിതന്മാരായി പരിചയപ്പെടുത്തുന്ന, അവരുടെ വലിയ നേതാക്കളായി പരിചയപ്പെടുത്തുന്ന, അവരുടെ വലിയ പണ്ഡിതന്മാരായി അവർ പരിചയപ്പെടുത്താറുള്ള ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിന്റെ 23-ാം വാള്യം 68-ാം പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഫഇന്നഹു ഖദ് സബത അന്ന ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന യഖൂമു ബിന്നാസി 20 റക്അതൻ ഫീ ഖിയാം റമളാനിൽ തറാവീഹ് നമസ്കാരം 20 റക്അത്ത് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട് എന്നത് സ്ഥിരപ്പെട്ട വിഷയമാണ്. വയൂത്തിറു ബിസലാസ്, അതിനുശേഷം 3 റക്അത്ത് വിത്റും നമസ്കരിച്ചിട്ടുണ്ട്. ഫറആ കസീറും മിനൽ ഉലമായി അന്ന ദാലിക ഹുവ സുന്ന, പണ്ഡിതന്മാരിൽ നല്ല ഒരു പക്ഷം ഇത് സുന്നത്തായ നിസ്കാരമാണ് എന്ന് അഭിപ്രായപ്പെടുകയും രേഖപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ലിഅന്നഹു അഖാമഹു ബൈനൽ മുഹാജിരീന വൽ അൻസാർ, ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന സ്വഹാബി വര്യന് ഈ പരിശുദ്ധമായ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം ജനങ്ങൾക്കിടയിൽ അത് കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മുഹാജിറുകളായ സ്വഹാബത്താണ്, മദീന നിവാസികളായ അൻസാറുകളായ സ്വഹാബത്താണ്. വലം യുൻകിറുഹു മുൻകിറുൻ, ഒരൊറ്റ സ്വഹാബി വര്യനും ആ സദസ്സിൽ ആ നമസ്കാരത്തിന് സാക്ഷിയായ ഒരൊറ്റ സ്വഹാബി വര്യനും ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ മഹാനും അതിനെ നിഷേധിക്കുകയോ അതിനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ലോക പ്രശസ്ത എഴുതി പഠിപ്പിച്ചിട്ടില്ല എന്ന് വഹാബികൾ കൊട്ടിയാഘോഷിക്കുന്ന, അവരുടെ നേതാവായി പ്രചരിപ്പിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ വഹാബികളുടെ മറ്റൊരു നേതാവാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ മുഖ്തസറുൽ ഇൻസാഫ് വശറഹുൽ കബീർ എന്ന ഗ്രന്ഥം അതിന്റെ 157-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, വസ്വലാത്തു തറാവീഹി സുന്നത്തുൻ മുഅക്കദ, തറാവീഹ് നമസ്കാരം മുഅക്കദായ സുന്നത്താണ്. സന്നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിസ്കാരമാണ്. വതുൻസബു ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് പുനർക്രമീകരിച്ചതിന്റെ പേരിൽ ആ നിസ്കാരം ഉമർ തങ്ങളിലേക്ക് ചേർക്കപ്പെടാറുണ്ടെങ്കിലും അത് പഠിപ്പിച്ചിട്ടുള്ളത്, അത് ഈ സമൂഹത്തിന് സുന്നത്താക്കി പഠിപ്പിച്ചിട്ടുള്ളത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം ലിഅന്നഹു ജമഅന്നാസ അലാ ഉബയ്യ് ഇബ്നു കഅബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലേക്ക് നിസ്കാരം ചേർക്കപ്പെടാനുള്ള കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ നിസ്കാരം പുനർക്രമീകരിച്ചത്. വൽ മുഖ്താറു ഇൻദ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പ്രബലമായ അഭിപ്രായം 20 റക്അത്താണ് എന്നതാണ്. വബിഹി ഖാല ശാഫിഈ, ഇതേ അഭിപ്രായമാണ് ഇമാം ശാഫിഈ തങ്ങൾക്കുള്ളത്. വഖാല
മാലികുൻ സിത്തത്തും വസലാസൂന. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടഭിപ്രായത്തിൽ ഒരഭിപ്രായം 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 36 20 റക്അത്ത് തറാവീഹും 16 റക്അത്ത് കേവല സുന്നത്തായ നിസ്കാരവുമാണ് എന്ന് നേരത്തെയുള്ള വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്. വലനാ അന്ന ഉമറ ലമ്മാ ജമഅ الناس على ഉബൈ ബിൻ കഅബ് കാന യുസല്ലി ബിഹിം 20 റക്അ. വഹാബികൾ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന സകല പുത്തൻ പ്രസ്ഥാനക്കാരും അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പറയുകയാണ്, തറാവീഹ് നമസ്കാരം 20 റക്അത്താണെന്നതിന് നമുക്കുള്ള തെളിവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉബൈ ഇബ്നു കഅബ് തങ്ങളുടെ നേതൃത്വത്തിൽ നിസ്കരിച്ച നിസ്കാരം അത് 20 റക്അത്തായിരുന്നു. അത് 20 റക്അത്തായിരുന്നു. അത് 20 റക്അത്തായിരുന്നു. അബ്ദുൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ മുഖ്തസറുൽ ഇൻസാഫ് വശറഹുൽ കബീർ എന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നും സൗദി അറേബ്യയില് മക്കത്തുൽ മുകറമയിലും മദീനത്തുൽ മുനവ്വറയിലും പരിശുദ്ധമായ റമദാൻ ശരീഫിൽ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം 20 റക്അത്താണ് എന്ന് അവിടെ റമദാനിൽ പോയി സന്ദർശിച്ച് അതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അത് ബോധ്യപ്പെടുന്നതാണ്. നിങ്ങൾ നോക്ക്, സൗദിയിലെ മുഫ്തിയും അവിടുത്തെ ഇസ്ലാമിക കാര്യാലയങ്ങളുടെ നേതാവുമായ സമാഹത്തു ശൈഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബ്ദുൽ ലത്തീഫ് ആലു ശൈഖ് മുഫ്തിൽ മംലക വറഈസുൽ ഖുലാത്തി വശുഊനിൽ ഇസ്ലാമിയ എന്ന ഈ മുഹമ്മദ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ അദ്ദേഹത്തിന്റെ ഫതാവ വറസായിൽ എന്ന സൗദിയിലെ വിഷയങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഫത്വകളുടെ സമാഹാരമായ ആ ഗ്രന്ഥം അതിന്റെ 344-ാമത്തെ പേജിൽ തറാവീഹ് നമസ്കാരത്തിന്റെ റക്അത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി കാണാം നമുക്ക്. അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കൽ ഇമാമി അഹ്മദ് വശാഫിഈ വഅബീ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബലും ശാഫിഈ ഇമാമും അബൂ ഹനീഫ തങ്ങളെ പോലെ അധിക പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായം ഇലാ അന്ന സ്വലാത്ത തറാവീഹ് 20 റക്അ, തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ഇതാരാണ് പറയുന്നത്? ലോകത്ത് പരിശുദ്ധമായ സൗദി അറേബ്യയില് ഞങ്ങളുടെ ഭരണമാണ് എന്ന് ഇവിടെ അതാ കൊട്ടിഘോഷിക്കാറുള്ള വഹാബികൾ, അവരുടെ ഭരണം നിലനിൽക്കുന്ന സൗദി അറേബ്യയിലെ അവിടുത്തെ മുഫ്തിയും ഇസ്ലാമിക കാര്യാലയങ്ങളുടെ നേതാവുമായ മനുഷ്യൻ അദ്ദേഹം മറുപടി നൽകുകയാണ്. ലഅന്ന ഉമർ ലമ്മാ റളിയല്ലാഹു അൻഹു ലമ്മാ ജമഅ الناس على ഉബൈ ബിൻ കഅബ് കാന യുസല്ലി ബിഹിം 20 റക്അ. ഉബൈ ബിൻ കഅബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പുനർക്രമീകരിച്ച തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. വകാന ഹാദാ ബിമഹ്ദരിൻ മിനസ് സ്വഹാബ, ഈ നിസ്കാരം നടന്നിട്ടുള്ളത് സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിലാണ്, സ്വഹാബത്തിന്റെ പങ്കാളിത്തത്തോടുകൂടെയാണ്. ഫയകൂനു കൽ ഇജ്മാ, അതുകൊണ്ടിരുന്ന് അതാ ഇജ്മാഇന് തുല്യമാണ്. ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും ഐക്യകണ്ഠമായ ഒരു കാര്യം പറഞ്ഞതിന് തുല്യമാണ്. വഅലാ ഹാദാ അമലുൻ നാസിൽ യൗമ അൽആൻ, ഇന്ന് വരെ ജനങ്ങൾ മുഴുവനോ പുലർത്തി പോരുന്ന സമ്പ്രദായവും തറാവീഹ് നമസ്കാരം 20 റക്അത്താണെന്നതാണ്. ഫലാ യംബഗിൽ ഇൻകാറു അലൈഹിം, ഒരിക്കലും അതിനെ വിമർശിക്കാൻ പറ്റൂല. ബൽ യുത്റകൂന അലാ മാ ഹും അലൈഹി, അലാ മാ ഹും അലൈഹി, ബൽ യുത്റകൂന അലാ മാ ഹും അലൈഹി, അവര് ചെയ്തു പോരുന്ന 20 റക്അത്ത് നമസ്കാരത്തെ നിർവഹിക്കാൻ അവരെ വിട്ടേക്കണമെന്ന് സൗദിയിലെ മുഫ്തിയും നേതാവുമായ വ്യക്തി അദ്ദേഹം ഫത്വ നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ 15ഓളം വിഷയങ്ങൾ പരിശുദ്ധമായ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ
അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധമായ ഹദീസും അതുപോലെ മഹാന്മാരാകുന്ന സ്വഹാബത്തും പിൽക്കാലക്കാരായ താബിഈകളും മദ്ഹബിന്റെ ഇമാമീങ്ങളും ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പരിശുദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും എല്ലാം ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്ന നിലപാട് ഒന്നേ ഒന്ന് മാത്രമാണ്. റമളാനിൽ നമസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി അതനുസരിച്ച് അത് സമ്മതിച്ച് അഹ്ലുസുന്നയുടെ ആശയങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.